അയോധ്യയിലൊക്കെ പോയായിരുന്നു നിങ്ങൾ? ഇനിയിപ്പോൾ പഴയതുപോലല്ല. അയോധ്യയിൽ ചില കാര്യങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ള വിവരം പ്രേക്ഷകർ ഇതിനു മുമ്പേ അറിഞ്ഞിട്ടുണ്ടാവും. ഇപ്പോൾ അത് ഉത്തരവായിട്ട് വന്നിട്ടുണ്ട്. അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ 15 കിലോമീറ്റർ മേഖലയിൽ നോൺ വെജ് ആഹാരങ്ങൾ വിതരണം ചെയ്യുന്നത് നിരോധിച്ചു. സസ്യാഹാരം മാത്രമേ ഈ 15 കിലോമീറ്റർ മേഖലയിൽ വിതരണം ചെയ്യാൻ പറ്റൂ. ഓൺലൈനായിട്ട് പോലും ഡെലിവറി കൊടുക്കാൻ പറ്റില്ല. ഇത് സംബന്ധിച്ച് ഹോട്ടലുകൾക്കും ഓൺലൈൻ ഡെലിവറി ഏജൻസികൾക്കും UP സർക്കാർ നിർദ്ദേശം നൽകി. അയോധ്യ ക്ഷേത്ര പരിസരത്ത് നോൺ വെജ് ആഹാരങ്ങളും മദ്യവിൽപ്പനയും കഴിഞ്ഞ മെയ് മാസത്തിൽ നിരോധിച്ചിരുന്നു. പിയാസുനിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. പിയാസുനിൽ, ക്ഷേത്ര പരിസരങ്ങളിൽ സാധാരണ നോൺ വെജും മദ്യവിൽപ്പനയും ഒക്കെ തടയുന്നത് അതിൻ്റെ ക്ഷേത്രത്തോട് ചേർന്നിരിക്കുന്ന ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലവും അതിന് ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രത്തിൻ്റെ കോമ്പൗണ്ടുകളിലുമൊക്കെ നമുക്കിത് മനസ്സിലാക്കാം. പക്ഷേ ഇത് 15 കിലോമീറ്റർ പരിധി എന്ന് പറയുമ്പോൾ അയോധ്യ ക്ഷേത്ര നഗരിയുടെ പുറത്ത് ഒരുപാട് കോളനികളുണ്ട്, അവിടെ ഒരുപാട് റെസിഡൻഷ്യൽ ഏരിയകളുണ്ട്. ആ സ്ഥലത്ത് താമസിക്കുന്നവർ ഇനി എന്ത് ചെയ്യും? അവർക്ക് നോൺ വെജ് ഭക്ഷണം അവരുടെ വീട്ടിൽ കുക്ക് ചെയ്ത് മാത്രം കഴിക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ്. ഇനി വീട്ടിൽ കുക്ക് ചെയ്ത് കഴിക്കാൻ പറ്റുമോ എന്നുള്ളൊരു കാര്യം കൂടി അടുത്ത ഘട്ടത്തിൽ വരുമോ? ഓൺലൈൻ ഡെലിവറി പറ്റൂല, ഹോട്ടൽ ഭക്ഷണങ്ങളും നോൺ വെജ് അവിടെ വിതരണം ചെയ്യാൻ പാടില്ല. അത് 15 കിലോമീറ്റർ പരിധി എന്ന് പറയുമ്പോൾ അതൊരു വല്ലാത്ത ഉത്തരവല്ലേ പിയാസുനിൽ? അരുൺ, അയോധ്യ നിലനിൽക്കുന്ന അയോധ്യ രാമക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന പ്രദേശം നേരത്തെ ഫൈസാബാദ് ജില്ലയായിരുന്നു. അതിനെ അയോധ്യ ജില്ലയാക്കി മാറ്റി. ഇപ്പോൾ ഈ ക്ഷേത്രം നിർമ്മിച്ചതിന് ശേഷം നമുക്കറിയാം, കഴിഞ്ഞ മെയ് മാസത്തിൽ ഈ അയോധ്യയ്ക്ക് പരിസരത്തുള്ള ഹോട്ടലുകളിലൊക്കെ തന്നെ നോൺ വെജ് ഭക്ഷണം വിതരണം ചെയ്യുന്നത് അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ വിലക്കിയിരുന്നു. അത് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ഇപ്പോൾ വന്നിരിക്കുന്ന ഉത്തരവ് എന്നത് 15 കിലോമീറ്റർ റേഡിയസിൽ 15 കിലോമീറ്റർ ഏരിയയിൽ ഭക്ഷണ വിതരണം തന്നെ, ഈ നോൺ വെജ് ഭക്ഷണ വിതരണം തന്നെ ഇപ്പോൾ നിരോധിച്ചിരിക്കുകയാണ്. അപ്പോൾ പുറമെ നിന്ന് ഓൺലൈൻ സർവീസുകൾ വഴി ഭക്ഷണം ഇനി വരുത്താനാകില്ല, ഹോട്ടലുകൾക്ക് വിതരണം ചെയ്യാനാകില്ല. അപ്പോൾ തീർച്ചയായും ഇനി ഈ മാംസാഹാരം കഴിക്കണം എന്ന ആഗ്രഹമുള്ളവർക്ക് ആ പ്രദേശം തന്നെ വിട്ടുപോകേണ്ട ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. സാധാരണ ഒരു ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഈ ഒരു നോൺ വെജ് ഭക്ഷണം നിരോധിക്കുന്നത് മനസ്സിലാക്കാം. പക്ഷേ 15 കിലോമീറ്റർ ഏരിയ എന്ന് പറയുമ്പോൾ അതൊരു വലിയ ഏരിയ ആണ്. ഒരുപക്ഷെ ഈ ഒരു അയോധ്യ ജില്ലയുടെ ഒരു പകുതിയിലധികം പ്രദേശം വരാനുള്ള സാധ്യതയുണ്ട്. ഇതൊരു നഗരപ്രദേശമാണ്, ഒരുപാട് ന്യൂനപക്ഷ വിഭാഗങ്ങൾ താമസിക്കുന്ന പ്രദേശമാണ്. അപ്പോൾ പലരുടെയും ഭക്ഷണ സ്വാതന്ത്ര്യത്തിനെതിരെയുള്ള ഒരു വലിയ കടന്നാക്രമണം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏതായാലും ഇതൊരു രാഷ്ട്രീയ തീരുമാനം കൂടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഉത്തർപ്രദേശിൽ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കൊക്കെ തന്നെ പോവുകയാണ്. പക്ഷേ ഈ അയോധ്യ എന്ന് പറയുന്ന സ്ഥലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അയോധ്യയിൽ രാമക്ഷേത്രം നിർമ്മിച്ച ഈ സ്ഥലത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ തന്നെ വിജയിച്ചത് സമാജ്വാദി പാർട്ടിയാണ് എന്ന ഒരു പ്രത്യേകത കൂടി ഏതായാലും അവിടെ ഇപ്പോൾ 15 കിലോമീറ്റർ മേഖലയിൽ നോൺ വെജ് ഭക്ഷണം പൂർണ്ണമായി നിരോധിക്കുന്നതിൻ്റെ ഭാഗമായി ഭക്ഷണ വിതരണം തന്നെ നിരോധിക്കുമ്പോൾ തീർച്ചയായും അവിടുത്തെ വീടുകളിൽ പോലും ഇനി നോൺ വെജ് ഭക്ഷണം ഉണ്ടാക്കുന്നതിന് വലിയ തടസ്സമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ വിമർശനമായിട്ടുണ്ട്, വലിയ പ്രതിഷേധമായിട്ടുണ്ട്. അത് എത്രത്തോളം പ്രത്യക്ഷത്തിൽ വരും എന്നൊക്കെ കാത്തിരുന്ന് കാണണം. ഇത് 15 കിലോമീറ്റർ പരിധി എന്ന് പറയുമ്പോൾ ആ ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട ഏരിയ മുഴുവൻ പൂർണ്ണമായും നോൺ വെജ് മുക്തമാകും. അതായത് ഹോട്ടലുകൾക്കും ഓൺലൈൻ ഡെലിവറികൾക്കും ഭക്ഷണം വിതരണം ചെയ്യാൻ പറ്റാത്ത വിധമുള്ള ഏരിയ ആയിട്ട് മാറും അല്ലേ? അതും എല്ലാ വിഭാഗത്തിലുള്ള മനുഷ്യരും കൂടി താമസിക്കുന്ന ഇടങ്ങളല്ലേ ഇതെല്ലാം? തീർച്ചയായും അതാണ്. ഹോട്ടലുകളിൽ മാത്രമല്ല, ഇനി വീടുകളിൽ പോലും ഇനി നോൺ വെജ് ഭക്ഷണം കഴിക്കുന്നതിന് അവിടെ പ്രതിസന്ധിയായിരിക്കും. കാരണം ഈ ഭക്ഷണം കൊണ്ടുവരണമല്ലോ, നോൺ വെജ് വാങ്ങി ഇവിടേക്ക് കൊണ്ടുവരണമല്ലോ, അത് കൊണ്ടുവരുന്നതിന് പോലും അവിടെ തടസ്സമായിരിക്കും. അപ്പോൾ ഒരാൾക്ക് പുറത്തുനിന്ന് ഇനി അയോധ്യ ക്ഷേത്രം നിലനിൽക്കുന്ന പ്രദേശത്തിന് 15 കിലോമീറ്റർ മേഖലയിൽ താമസിക്കുന്ന ആർക്കും അവരുടെ വീടുകളിൽ പോലും ഇനി നോൺ വെജ് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. അപ്പോൾ ഈ നോൺ വെജ് ഭക്ഷണം വിതരണം ചെയ്യാനാകില്ല, ഒരാൾക്ക് വാഹനത്തിലൊന്നും കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ വലിയ സംഘർഷമുണ്ടാക്കുന്ന സാഹചര്യമാണ്. കഴിഞ്ഞ മെയ് മാസത്തിലാണ് ക്ഷേത്രത്തിന് പരിസരത്തുള്ള ഹോട്ടലുകളിൽ ഇത്തരത്തിൽ നോൺ വെജ് ഭക്ഷണം വിതരണം ചെയ്യാൻ പാടില്ല എന്നൊരു ഉത്തരവ് ഉത്തർപ്രദേശ് സർക്കാർ ഇറക്കിയത്. പക്ഷേ ഇപ്പോൾ 15 കിലോമീറ്റർ ഏരിയ എന്ന് പറയുമ്പോൾ വലിയ ഒരു പ്രദേശമാണ്. അപ്പോൾ ആ പ്രദേശത്താകെ നോൺ വെജ് നിരോധിച്ചുകൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ഉത്തർപ്രദേശ് സർക്കാർ പോയിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രദേശത്തെ കരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങളൊക്കെ തന്നെ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായമൊക്കെ തന്നെ ഒരുപാട് പേർ ഉള്ള ഒരു പ്രദേശം കൂടിയാണ് ഈ ഫൈസാബാദ്, പഴയ ഫൈസാബാദ്, ഇപ്പോഴത്തെ അയോധ്യ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയൊക്കെ തന്നെ ഇത് എങ്ങനെയായിരിക്കും
ജനങ്ങളെ ബാധിക്കുക എന്നത് കാത്തിരുന്ന് കാണാം. ഓക്കെ, കാത്തിരുന്ന് കാണുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇതാണ് അയോധ്യ ക്ഷേത്ര നഗരിക്ക് 15 കിലോമീറ്റർ പരിസരത്ത് നോൺ വെജ് ഭക്ഷണ വിഭവങ്ങളുടെ ഓൺലൈൻ ഡെലിവറിയും ഇപ്പോൾ നിരോധിച്ചു എന്നുള്ള ഒരു ഉത്തരവ് ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് പിയാ സുനിൽ റിപ്പോർട്ട് ചെയ്യുന്നത്. ക്ഷേത്ര നഗരികളൊക്കെയുള്ള ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിലൊക്കെ ഇങ്ങനെയൊക്കെ തുടങ്ങുമ്പോൾ ഒരു 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 എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുക? കോടതിയാണ് അതിന് മറുപടി പറയേണ്ടത്, അല്ലെങ്കിൽ കോടതിയാണ് ഇനി അക്കാര്യത്തിൽ ഒരു അന്തിമ വിധി കൽപ്പിക്കുക. സ്വാഭാവികമായിട്ടും റെസ്റ്റോറൻറ്റ് അസോസിയേഷനുകളൊക്കെ പരാതി പോകും. അങ്ങനെ പരാതിയുമായിട്ട് പോകുന്നവരെ പ്രത്യേകം നോട്ട് ചെയ്യുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ആശങ്ക. എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് സംഭവിക്കുക അയോധ്യയിൽ എന്നുള്ളത്.